ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ റോട്ടുമ്മ കൂടി പോകുമ്പോൾ ഒരു മാങ്ങ വീണിട്ടോ. നോക്കുമ്പോൾ ഞാൻ വിചാരിച്ച് പഴുത്തിട്ട് വീണതാണ്. റിത്തു എടുത്ത് നോക്കി, അപ്പോൾ വാടി വീണതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഞങ്ങൾ രണ്ടാളും മൂന്നാ കുടിക്കുള്ള സീറ്റ് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരുവമ്പാടി എത്തി. അനിയത്തിൻ്റെ വീട്ടിലേക്ക് കേട്ടോ പോകുന്നത്. അപ്പോൾ റിവേഴ്സ് എടുക്കുന്ന വണ്ടി ഞാൻ നോക്കിയതായിട്ടാണ്. അങ്ങനെ പിന്നെ മക്കൾക്ക് സ്കൂള് കാര്യങ്ങൾ എക്സാമാണ്. അത് ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അവിടെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ദിവസം അവിടെ ഇരുന്ന് എന്തോ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ അമ്മയൊക്കെ എത്തിയിട്ടുണ്ട്, നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എത്തുന്നതിന് മുന്നേ അമ്മ എത്തിയിട്ടുണ്ട് വീട്ടിൽ. അങ്ങനെ പിന്നെ ഞാനെത്തുമ്പോൾ 2:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ചു. അങ്ങനെ അമ്മ പോവാനായിട്ടാണ്. അമ്മ പോകുന്നതിൻ്റെ മുന്നേ ചേച്ചീനെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ അമ്മ അവർക്കുള്ള ഇതൊക്കെ വാങ്ങി വെച്ചിട്ടാട്ടോ പോയത്. അങ്ങനെ അമ്മ അവർക്ക് മഴക്കാറും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അമ്മ വൈകിയാൽ സുയിപ്പാണല്ലോ. അമ്മ വട്ടോളിക്കല്ല കേട്ടോ വരുന്നത്. അമ്മേൻ്റെ ചേച്ചിക്ക് സുഖമില്ലാത്തത് കൊണ്ട് അമ്മേൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പം അമ്മ അരയിലത്തതൊക്കെ ഇടിയിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, ക്ലാസ്. ആ ക്ലാസ്സിനുള്ള അടിയാട്ടോ. ഒരു രണ്ടാളും ഇത് അനിയൻ്റെ മോളാട്ടത്. റിത്തുവിനെ കണ്ട സ്നേഹമാട്ടോ. ഇത് കെട്ടിപ്പിടിക്കൽ എന്താമോ ഭയങ്കര ഇതാട്ടോ. റിത്തുവിനോട് വേദൂസിന് എന്തൊക്കെയോ കളിയാണ്. അങ്ങനെ മഴ കണ്ട് നല്ല മഴ വന്നപ്പം കേക്ക് വന്നു എന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ കേക്ക് വാങ്ങാൻ വേണ്ടി റോട്ടുമ്മലേക്ക് വന്നതാണ്. അപ്പം ക്യാഷ് എടുക്കാൻ മറന്നുപോയി. ഗൂഗിൾ പേ ചെയ്യായിരുന്നു, പക്ഷേ ക്യാഷ് വീട്ടിൽ വെച്ചിട്ടാണ് പോയത്. അങ്ങനെ അനിയത്തി അവിടെ നിന്ന് ഞാൻ അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. അപ്പം നല്ല മഴ ഇങ്ങനെ വലിയ തുള്ളി ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. നല്ല സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന് വരാൻ. അങ്ങനെ പിന്നെ ഫ്രീസറിലേക്ക് കേട്ടോ ഞാനിത് വെക്കുന്നത്. ഫ്രീസറിലേക്ക് വെക്കുന്നത് വെച്ചാൽ അവിടേക്ക് ഒരു പ്രത്യേക ഒരു കാലാവസ്ഥ. മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ കറണ്ട് പോകുന്നുള്ളൊരു ഇതാണ്. തിരുവമ്പാടി ഈ ഏരിയ ഉള്ളവർക്ക് അറിയാം. അങ്ങനെ പിന്നെ ഇവർ തമ്മിലുള്ള ഫൈറ്റിംഗ് ആയിട്ടോ. ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷേ അത് അനുഭവിക്കുന്നവർക്ക് ഭയങ്കര ഡിപ്രഷനൊക്കെ വരും കേട്ടോ. ഇത് വീടിൻ്റെ അടുത്തുള്ള മക്കളാട്ടോ. വേദസിൻ്റെ ബർത്ത്ഡേ എനിക്കൊണ്ട് വന്ന ഇവിടെ തന്നെയാണ് കേട്ടോ മക്കൾ. പിന്നെ മഴ ആസ്വദിച്ച് നിൽക്കുക വല്യമ്മയും അമ്മയും കേട്ടോ. അങ്ങനെ അവർ പോവാനായത് ചായയൊക്കെ കൊടുത്ത്. ശംഭുവിന് പനിയാട്ടോ. ശംഭു നല്ല ഉറക്കം. അപ്പം മക്കൾക്കെല്ലാവർക്കും കൂടി ഇവിടെയും കൊടുത്ത് ചായ കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് ചേച്ചിക്കുള്ള ഫുഡ് കൊടുത്തയക്കണ്ട. അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഉണ്ടാക്കിയ ഫുഡ് കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ അവൻ്റെ കയ്യിൽ ഒക്കെ പാക്കാക്കിയിട്ട് കൊടുത്ത് വിടുകയാണ് കേട്ടോ അനിയത്തി. അവൾ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ക്യൂട്ട് ഡോളാല്ലേ. എന്ന് വെച്ചാൽ ഒരു നോമ്പുറേൻ്റെ സമയമായതുകൊണ്ടേ കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് പോവണമല്ലോ, അതുകൊണ്ട് ഗിഫ്റ്റ് അവർ നേരത്തെ കൊടുത്തതാണ്. ചെറിയൊരു മഴച്ചോർച്ചയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാട്ടോ. മനു മുക്കത്തിറക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ കേക്ക് കട്ട് ചെയ്യേണ്ട പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് വേദസിനെ കണ്ട് ഉടുപ്പൊക്കെ അടിച്ച് അടിപൊളി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സൊക്കെ ഇട്ട്. പക്ഷേ എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാനും മോള് സമ്മതിച്ചില്ല കേട്ടോ. അവിടെ സന്തോഷം കണ്ട മുഖത്ത്. കേക്ക് മറ്റൊരു കൊടുക്കാനല്ലാണ്ട് കത്തീൻ്റെ ഉള്ളിലുള്ളത് കഴിച്ചു കേട്ടോ. ചോറൊന്നും ഇങ്ങനെ കഴിക്കില്ല കേട്ടോ. അങ്ങനെ വായ തുറക്കുന്നുണ്ടോ എല്ലാത്തിനും. അങ്ങനെ 3 വയസ്സായിട്ടോ വേദൂസിന്. അങ്ങനെ പിന്നെ എല്ലാവരും കേക്ക് കൊടുക്കും. ഓള് വായ തുറക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്നെ അത്ഭുതം. എന്താ വെച്ചാൽ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വായ തുറക്കൊന്നുമില്ല കേട്ടോ. കണ്ടോ ചുന്ദരി. ഓളമ്മ നോക്കോ. അയ്യോ, എനിക്കിതിങ്ങനെ കാണുമ്പല്ലേ, വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറയാൻ തോന്നുന്നില്ല. എനിക്ക് ചിരിയോ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ആണ് തോന്നുന്നത് കേട്ടോ.
അങ്ങനെ പിന്നെ ഗിഫ്റ്റൊക്കെ തുറക്കുകയാണ് കേട്ടോ. ബാഗിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട്. അതിങ്ങനെ ബാഗിൻ്റെ ഓരോ സിബ് ഇങ്ങനെ തുറക്കുമ്പോൾ ഓരോന്ന് കിട്ടും. വാവ് വാവ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിക്കണം. അത് മന്തിയാട്ടോ, ഓർഡർ ചെയ്തതാണ്. മക്കൾക്ക് ഹാപ്പി ആയിട്ടോ മന്തി കേപ്പം. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് കഴിക്കുകയാണ്. അമ്മ അവിടെ ഇന്ന് കഴിക്കുകയാണ്. അമ്മ ചിക്കനൊന്നും